യൂസുഫ് പറയും. ഹലോ ഹലോ പറയൂ കേൾക്കാവോ? പറയൂ. കേൾക്കാം കേൾക്കാം. കേൾക്കാവോ? കേൾക്കാം. ആ ആ, ആ, എനിക്ക് കുറച്ച് ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറയൂ പറയൂ. ഇപ്പം ആ, വിദേശത്തുള്ള ഒരു മകള് അവള് മൃഗങ്ങളുമായിട്ട് രതി പങ്കിടുന്നു. അപ്പോ അവൾക്ക് എങ്ങനെ നാട്ടിലേക്ക് അവളെ എത്തിക്കാൻ പറ്റും? മകളാണ് കൂട്ടിക്കോളൂ. ഉം, ഉം, ഉം. മൃഗങ്ങള് നമ്മള് പിന്നെ മോറൽ എന്താ പറയാ ആ എന്താ പറയാ മോറൽ ഏജന്റ് അല്ല. നമ്മളിപ്പം കൺസെന്റ് മേടിക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഉം. അത് ചെയ്യുന്നത് അവിടെ കൺസെന്റ് ഇല്ലാതെ ആയതുകൊണ്ട് അത് പ്രശ്നമല്ലേ യൂസുഫ് ഭായി? അല്ല, അത് ഇപ്പം മൃഗങ്ങൾക്കും സാറ്റിസ്ഫൈഡ് ആണെന്ന് കൂട്ടിക്കഴിഞ്ഞാലോ? അല്ലല്ല. അതെങ്ങനെ നിങ്ങൾ മനസ്സിലായി? മൃഗങ്ങളുടെ കൺസെന്റ് എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഒന്ന്, അത് അളക്കാനായിട്ട് നമുക്ക് പറ്റില്ല. രണ്ട്, ബെസ്റ്റിയാലിറ്റി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും ക്രൈമാണ്. മൃഗങ്ങളുമായിട്ടുള്ള അതിനെ ബെസ്റ്റിയാലിറ്റി എന്നാണ് പറയുക. ബെസ്റ്റിയാലിറ്റി എല്ലാ രാജ്യങ്ങളിലെയും നിയമപ്രകാരം, ഇന്ത്യയിലെ നിയമം. വേറെ ട്രാക്ക് പിടിച്ചാ ഷിയാബുക്ക. ഓക്കെ, എനിക്ക് മനസ്സിലായി. എനിക്കത് വിഷയം മനസ്സിലായി, എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായി. അതൊരു ക്രൈമാണ്. അപ്പൊ അല്ല ഒരു ക്രൈം ചെയ്യാൻ പാടില്ല എന്ന് കുട്ടിയോട് പറയാം. അതെ അല്ല, ഒരു ക്രൈം ക്രിമിനൽ എല്ലാ രാജ്യത്തും ക്രിമിനൽ ക്രൈമാണോ? ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല. ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല എന്ന് കുട്ടിയോട് പറഞ്ഞൂടെ? അതെ അതെ, അത് പറഞ്ഞോട്ടോ യൂസുഫ് ഭായി, അല്ല, മോശല്ലേ? അത് ഓക്കെ. പക്ഷെ ക്രിമിനൽ ആവണം നമ്മള്. മൃഗം നമ്മളിപ്പോ മൃഗം നമ്മളിപ്പോ ഇത് ആസ്വദിക്കുന്നുണ്ടെങ്കിലോ? കേക്കിങ്ങള് നമ്മളിപ്പോ ഇത് കേക്കി, ഞാൻ പറഞ്ഞ വേറെ സാധനം പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു ആ ഉദാഹരണത്തിന് നമ്മളിപ്പോ ആ, കള്ളക്കടത്ത് മനുഷ്യന്മാരുണ്ടാക്കിയ നിയമമാണ്. കള്ളക്കടത്താൻ പാടില്ല, രാജ്യദ്രോഹമാണെന്നൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമമാണ്. ദീനുൽ ഇസ്ലാമിലെ ആ പ്രശ്നമില്ല. പക്ഷെ ആസനത്തിൽ സ്വർണം കടത്തുന്നത് തെറ്റാണോ ഇസ്ലാമികപരമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമികമായിട്ട് തെറ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പറയണത് എന്താണ്? അതും ചെയ്യരുത്, മോശമാണ്, അല്ലേ? നമ്മൾ ഉസ്താദുമാർ വരെ ഉം, ചെയ്യണ പരിപാടിയാണത്, അല്ലേ? ഉം, തെറ്റാണ്. ഉം. അതേപോലുള്ളൊരു സാധനമാണ് ഇത്. തെറ്റാണ്, മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, മോശമാണ്. അല്ല, ഇത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, വ്യക്തിപരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് രണ്ട് യൂസുഫ് ഭായിന്റെ അഭിപ്രായം എന്താണ് ഏത്? ഈ ബീസ്റ്റിയാലിറ്റിനെ കുറിച്ച്? അല്ല, അവര് പരസ്പരം മൃഗവും ആ മനുഷ്യനും തമ്മിൽ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് അല്ല, അത് അവർക്ക് മൃഗത്തിന് ഏതെങ്കിലും തരത്തിൽ കൺസെന്റ് അല്ല കൊടുക്കാൻ ഞാൻ പറ്റുമോ? പറ റിട്ടേൺ അല്ല ആയിട്ട് ഞാൻ ഓറൽ ചോദിക്കണത് ആയിട്ടുള്ള ഷിയാബുക്ക, ഇത് ഫത്തുൽ മുയിൻ വായിച്ചിട്ട് വന്നതാണ്. ഫത്തുൽ മുയിൽ ഉണ്ട് അത് ഈ മറ്റേ എക്സാമ്പിള്. ആ, സൈനുദ്ദീൻ ആ, മക്തൂം, അതെ, സൈനുദ്ദീൻ അതെ, മക്തൂം പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ പണ്ട് ബന്ധപ്പെട്ട് സൈനുദ്ദീൻ മക്തൂമിന്റെ മനുഷ്യപ്പട്ടി നാട്ടുകാരനാന്ന് തോന്നുന്നു. മനുഷ്യപ്പട്ടിയുടെ കാര്യം. മനുഷ്യപ്പട്ടി ഉണ്ടായത്, പട്ടിയായിട്ട് സൈനുദ്ദീൻ മക്തൂന്റെ കുടുംബക്കാരനോ ആരോ ബന്ധപ്പെട്ടിട്ട് ഇതേപോലെ ഒരു സംശയമായിട്ട് വന്നിട്ട് സൈനുദ്ദീൻ മക്തൂ പറയാണ് നമുക്ക് ഫത്തുൽ മൊയ്ൻ നനവില്ലാതാണെങ്കിൽ ഇമാമ കേരളത്തിലല്ലേ? വരെ നിർത്താന്ന് പറഞ്ഞത്. അല്ല, ഫത്തുൽ മൊയ്ൻ കേരളത്തിലല്ലേ? ഫത്തുൽ മുയിൻ കേരളത്തിലാണ്. ഫത്തുൽ ഷാഫി മൊയ്ൻ മദബിന്റെ കേരളത്തിലല്ല. പണ്ഡിതനല്ലേ? ഫത്തുൽ മൊയ്ൻ കേരളത്തിലല്ല. ഷാഫി ഉമ്മിന്റെ ഫത്തുൽ മൊയ്ൻ എഴുതപ്പെട്ടത് അടിസ്ഥാനമാക്കിയിട്ടല്ലേ അറബി ഗുണല്ലേ? ഭാഷയിലാണ്. പിന്നീട് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാണ്. ഓക്കെ, ഫത്തുൽ മൊയ്ൻ അതെ. കേരളീയനായിട്ടുള്ള ഒരു വ്യക്തി. അല്ല, സോറി, ഒരു പുസ്തകം ആണ് എന്നുള്ളതാണ്. അത് എഴുതിയ ആള് സൈനുദ്ദീൻ മക്തൂം എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞതുപോലെ കേരളത്തിലേക്ക് മാത്രമല്ല, ഇമാം ഷാഫിയുടെ ശിഷ്യഗണത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തെ എന്താ പറയുക, അതിന് അനുബന്ധ പുസ്തകം എന്ന രീതിയിലാണ് ഫത്തുൽ മുഈൻ എഴുതപ്പെട്ടിട്ടുള്ളത്. അത് ഇസ്ലാമിൽ ഷാഫി കർമ്മശാസ്ത്ര പ്രകാരമുള്ള ഗ്രന്ഥമാണ്. ഇന്ന് അപ്പൊ അതില് കേരളത്തിൽ ഈ അത് ഏറ്റവും കൂടുതൽ പറയുന്ന ദർസകൾ പഠിപ്പിക്കുന്ന പുസ്തകം കേട്ടോ, കർമ്മശാസ്ത്ര പുസ്തകമാണ്, ഫിഖ് പുസ്തകമാണ്. അതിനോട് അല്ല, കുഴപ്പമില്ല. അതിപ്പം അപ്പൊ എനിക്ക് തോന്നണത് ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ അറിയോ, ഇപ്പൊ സൈനുദ്ദീൻ മക്തൂനും കുടുംബക്കാർക്കും ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകൾക്കും ഒക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ തെറ്റാണ്, മോശമാണ്. ഇപ്പൊ യൂസുഫക്ക, നിങ്ങൾ ആരോടാണെങ്കിലും പറയാ, നിങ്ങൾ ക്രിമിനൽ കുറ്റം ചെയ്യരുത്, മോശമാണ്, കൺസെന്റ് ഉണ്ടാവില്ല, കൺസെന്റ് വാലിഡ് അല്ല, അവിടെ നടക്കുന്ന റേപ്പാണ്, നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞേ. അതാ നല്ലത്. എന്താ നിങ്ങളുടെ അഭിപ്രായം യൂസുഫക്ക? അല്ല, ഞാൻ പറയാം. കൺസെന്റ് നമുക്ക് ഉണ്ടോ ഇല്ലേ സ്വർഗത്തിൽ എന്നുള്ളത്. പോയാൽ ചിലപ്പോൾ ഇത് പറ്റുമായിരിക്കും കേട്ടോ യൂസുഫ്ക്ക. മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോയാൽ ഉം. അതൊക്കെ പറ്റും. അവിടെ നമുക്ക് ആഗ്രഹം പറഞ്ഞാൽ നിങ്ങൾ മതി. ഇവിടെ ഭൂമിയിൽ പറ്റില്ല. വൈലന്റ് ആവല്ലേ? ഞാൻ ഒന്ന് ക്ഷമിക്കും. ആ, പേരന്റ് ഏതാരാ? ബേജാറാവല്ലേ, ഞാൻ ബേജാറാവല്ലേ. വളരെ 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 സ്നേഹത്തോടു കൂടി പറഞ്ഞത് ക്രൈം ചെയ്യരുത്, മോശമാണ്. ആൾക്കാരെ കണ്ടാൽ പറയാം, അയ്യേ ഇതെന്തൊക്കെയാ അത്, പത്തുൽ മൊയിനുള്ള സാധനം ഇപ്പോഴും ഉണ്ടോ? മറ്റേ 500 വർഷം മുമ്പാണ് പിന്നെ പിന്നെ സൈനുദ്ദീൻ മക്തൂം പറഞ്ഞത്. ഇപ്പൊ യൂസുഫിന്റെ കുടുംബക്കാർ തന്നെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, വീണ്ടും മനുഷ്യപ്പെട്ടി ഉണ്ടാവോ എന്നുള്ള ചിന്തയൊക്കെ ആളുകൾക്ക് വരും. അപ്പൊ മോശമാണ്, ആൾക്കാരെ മുമ്പിൽ ചെയ്യുന്നത് ശരിയാണോ? നല്ല മുഖത്ത് കണ്ണാർത്തെങ്കിലും കൂടി ദേഷ്യം വരണ്ട്. വെയിറ്റ് ചെയ്യ്, ഒരു മിനിറ്റ്. വെയിറ്റ്. അതെ, ഞാൻ ചോദിക്കുന്നത്, ഇവർക്കിപ്പം
കൺസെന്റ് ആ, ഇപ്പം യൂസുഫായി മനുഷ്യനാണെങ്കിൽ ഞങ്ങളെ കണ്ടിട്ട് ചെറിയ കുട്ടികളാണെന്നും യൂസുഫായിക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഈ ഒരു കാര്യത്തെ വളച്ച് ഒടിച്ച് ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ യൂസുഫായിയുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലാവില്ല എന്നും വിചാരിക്കുന്നുണ്ടോ? അത് ഞങ്ങൾ ചെറിയ കുട്ടികളാണ്, ആദ്യമായിട്ടാണ് ഈ യൂസുഫിനെ പോലെ ഒരു മിനിറ്റ് യൂസുഫിനെ പോലെ ഒരാളെ സംസാരിക്കുന്നത്. സ്വന്തം വീട്ടിലെ ഒരു അംഗം, മകളെ പോലെയോ മകളായിട്ടുള്ള ഒരാള് ഒരു മൃഗവുമായിട്ട് രതിയിൽ ഏർപ്പെട്ട് ലൈംഗികത ആസ്വദിക്കുന്നു എന്ന് തുറന്നു പറയാനായിട്ട് ഞങ്ങളോടാണ് ചോദിക്കേണ്ടത്. അതൊരു മനഃശാസ്ത്രജ്ഞനോടോ അല്ലെങ്കിൽ ഒരു ഒരു സൈക്കോളജിസ്റ്റിനോടോ ചോദിക്കേണ്ട വിഷയമാണോ, ഒരു ഡോക്ടറോട് ചോദിക്കേണ്ട വിഷയമാണോ, ഒരു നിയമവിദഗ്ധനോട് ചോദിക്കേണ്ട വിഷയമാണോ എന്നറിയാതെ ഈ പറയുന്ന ഇൻഫിഡൽസ് ആയിട്ടുള്ള ഞങ്ങളുടെ വേദിയിൽ വന്ന് യൂസുഫായിയെ പോലെയുള്ള ഒരാൾ ചോദിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാമാന്യ ബുദ്ധിയെങ്കിലും ഞങ്ങൾക്കുണ്ട് എന്ന ധാരണ ഉണ്ടെങ്കിൽ യൂസുഫായി തയ്യാറാകരുതായിരുന്നു. ഇല്ലെങ്കിൽ പച്ചയ്ക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കുക. ധാർമ്മികതയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അഡ്രസ്സ് ചെയ്യാം. തൽക്കാലം ഞാൻ താങ്കളുമായിട്ട് വിടവാങ്ങുകയാണ്, എനിക്ക് മറ്റൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. സോറി. അപ്പൊ യു കുറച്ച് സമയം കൂടെ. ഓക്കെ. അല്ല അത് ഞാൻ ഓക്കെ. അല്ല ഷിയാബക്ക് ബാറ്ററി ഇല്ല, കുറെ നേരം മൂപ്പര് ബാക്ക് ചാനൽ അയക്കുന്നു. ഇപ്പൊ 7% ഉള്ളൂ. ബാക്ക് ചാനൽ കാണാം. യുവിനെ ഒറ്റക്കാക്കി എന്താ പോലെ നിങ്ങൾ യൂസുഫായി പറയൂ, യൂസുഫായി പറയൂ, നിങ്ങൾ എന്താണ് നിങ്ങളെ പ്രശ്നം, നിങ്ങളെ വിഷമം പറ. വിഷമല്ല യുവി, നിങ്ങൾ ഇങ്ങനെ വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് കാട് കയറല്ലേ. ഞാൻ പറയട്ടെ. എന്താണ്? അപ്പോ നമുക്കത് വ്യക്തി എന്ന നിലയിൽ ഇപ്പൊ ആ അപ്പുറത്തെ മൃഗത്തിന്റെ ഭാഗത്ത് നിന്ന് കൺസെന്റ് കിട്ടാനായിട്ട് സംസാരം ഒന്നും ഉണ്ടാവില്ലല്ലോ. എന്താ അല്ല ഒരു മൃഗം യൂസുഫായി ആണെങ്കിൽ എങ്ങനെ കൺസെന്റ് എടുക്കുക ഒരു മൃഗത്തിനോടാണെങ്കിൽ? അല്ല, അവരുടെ ചേതനകളും അവരുടെ അതിന്റെ ആ സമയത്തുള്ള പെരുമാറ്റമൊക്കെ കണ്ടാൽ നമുക്ക് എങ്ങനെ എടുക്കല് തോന്നില്ലേ, നിങ്ങൾ ഓ സാധാരണ എങ്ങനെ എടുക്കല് സ്ഥിരമായിട്ട് നിങ്ങൾ എങ്ങനെ എടുക്കല് അല്ല, കൺസെന്റ്? നിങ്ങൾ ആ നിലക്ക് വ്യക്തിപരമായിട്ട് പോകണ്ട, നിങ്ങൾ ദേഷ്യം അല്ല പിടിക്കല്ലേ പ്ലീസ്. എനിക്കറിയില്ല, നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു മേഖലയാണ്. അപ്പൊ യൂസുഫായിക്ക് അത് അറിയാവുന്നതുകൊണ്ട് അവരിപ്പോ എങ്ങനെ നിങ്ങൾ എടുത്തിട്ടുണ്ട് കൺസെന്റ് എടുത്തിട്ടുണ്ട് എങ്ങനെയാണ്? നിങ്ങൾ സങ്കല്പിച്ചു നോക്ക്, ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അപ്പം ആ ഒരു മൃഗം എനിക്ക് നമ്മള് സങ്കല്പിക്കാൻ അങ്ങനെ പറ്റുന്നില്ലേ, കാരണം ഞാൻ ഈ സാധനം വൃത്തികേട് കണ്ടിട്ടുള്ളത് ഫത്തുൽ മുയിനിലാണ്, ഈ വൃത്തികേട് കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ അല്ല, പിന്നെ ഇങ്ങനെയുള്ള അതേപോലെ ഫത്തുൽ സംഭവങ്ങൾ മുയിനിൽ പറഞ്ഞത്, നമുക്ക് ഫത്തുൽ മുയിനിൽ പറഞ്ഞിട്ടുള്ളത് സംഭവം തെറ്റാണെങ്കിലും ഹദ് വരെ കൊടുക്കാൻ പറ്റാത്ത കുറ്റാണ്. മൃഗത്തിനെ ഭോഗിച്ച ഗുദത്തിൽ ഭോഗിച്ച നമ്മളെ ഹഷ്ഫയുടെ വട്ടക്കണ്ണി ഈ മൃഗത്തിന്റെ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഹദ് കൊടുക്കാൻ പറ്റൂല എന്നാണ് സൈനുദ്ദീൻ മക്തൂം എന്താ പറയാ കൊടുത്തിട്ടുള്ളത്. അത് കാണിച്ചിട്ടുണ്ടോ നിങ്ങള്? മൃഗത്തിനെ ഭോഗിച്ച ഇസ്ലാമിലെ ഹദ് ഉണ്ടോ? അല്ല, അതൊക്കെ പറയാം, അതിൽക്കൊക്കെ വരാം. അതിന് മുമ്പ് നിങ്ങൾ ബേജാറാവല്ലേ. ഓക്കെ. ബേജാറാവാനല്ല, അത് 11:45 പിന്നെ 3:45 മണിക്കൂറായി ലൈവ്. ഇനി ഫത്തുൽ മുയിൻ എടുക്കണോ ഞാന്? അല്ല, ഇനി എത്ര മിനിറ്റ് ഉണ്ട് അവസാനിക്കാനായിട്ട്? 3:45 മണിക്കൂറായി എന്ന് പറയാ. ഫത്തുൽ മുയിൻ എടുക്കണോ? അല്ല, അതൊക്കെ അവിടെ വെച്ചോ, കുഴപ്പമില്ല. അതൊക്കെ അവിടെ വെച്ചോളൂ, നമ്മള് ഈ കുഴപ്പമില്ല. മനുഷ്യപ്പട്ടിന്റെ സാധനം എടുക്കാം നമുക്ക്. അല്ലെന്നെ നിങ്ങൾ, ഞാനിപ്പൊ തന്നെ അതൊന്നും എടുത്തില്ല, അതിലേക്ക് പോലെ ഞാനൊരു സാങ്കല്പിക ചോദ്യം അല്ലാതെ ചോദിച്ചല്ലോ. ഇസ്ലാമില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈം ആയിട്ടുള്ള ഒരു സാധനമാണ്. ക്രൈമാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു, അത് ചെയ്യാൻ പാടില്ല, അവിടെ കൺസെന്റ് പറ്റൂല എന്ന് പറഞ്ഞു, കൺസെന്റ് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് ഈവൻ മനുഷ്യരിൽ തന്നെ ഇതേപോലെ കുട്ടികളുടെ അടുത്ത് പോലും കൺസെന്റ് വാലിഡ് ആവില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു. കൺസെന്റ് വർക്ക് ചെയ്യാത്തോടത്താണ് നിങ്ങൾ ഈ സാധനം അടിച്ചു കയറ്റുന്നത്. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ സൈനുദ്ദീൻ മക്തൂമിന്റെ കുടുംബക്കാരനാണോ എന്ന്. മൂപ്പരാണ് മനുഷ്യപ്പട്ടിനെ കുറിച്ച് ചെയ്തിട്ടുള്ളത്, മൂപ്പർക്കാണ് ഈ എക്സ്പീരിയൻസ് ഉള്ളത്. ഓക്കെ. ലോകം ഇനിയിപ്പോ എല്ലായിടത്തും പറയാണ് ഇത് ക്രൈം അല്ല എന്ന് പറയുകയാണെങ്കിലോ, ഒരു 50 വർഷം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളൊരു സാധനത്തിനെ കാണുന്നത്. ഒരു സാധനം ഇപ്പോൾ ലോകത്തെല്ലാവരും പറയാണ് കുട്ടികളോട്, അതായത് കുട്ടികളോട് സെക്സ് ചെയ്യുന്നത് ക്രൈം അല്ല എന്ന് പറഞ്ഞാൽ യുക്തിപരമായിട്ട് അങ്ങനെയാണോ എല്ലാവരും പറയുന്നതനുസരിച്ച്? ഇത് എന്തോന്നത് ഇസ്ലാമോ? എല്ലാവരും കൂടെ പറയണനുസരിച്ചിട്ട് മുഷാവറ കൂടിയിട്ട് തീരുമാനിക്കണാണോ ധാർമ്മികത എന്ന് പറഞ്ഞാൽ? ധാർമ്മിക മൂല്യങ്ങൾ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ആധുനിക മൂല്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഒരാൾക്ക് ഗുഹയിൽ പോയിരുന്ന് കഴുത്ത് പിടിച്ചതിന്റെ പേരിൽ ഉണ്ടാക്കിയതല്ല. ഇത് ഇസ്ലാം അല്ല ഈ ലോകം റൺ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഒരു മനുഷ്യന്റെ ധാർമ്മികത സമൂഹത്തിന് മുന്നോട്ട് പോക്കിന് ഗുണപരമാകുന്ന രീതിയിലായിരിക്കണം എന്താണ് നമ്മൾ ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. അല്ലാണ്ട് ഏതെങ്കിലും ഗോത്രകാലത്തിൽ എഴുതി വെച്ച വൃത്തികേടുകളല്ല ധാർമ്മിക മൂല്യങ്ങളാവേണ്ടത് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കി സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു സൊസൈറ്റിയിൽ ഇരുന്നിട്ടാണ് ഈ വൃത്തികേടുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? ആ വൃത്തികേടുകളാണ് ഇന്നും
എന്നും ഒരു സ്ഥലത്ത് യുദ്ധത്തിന് പിടിച്ചെടുക്കപ്പെട്ട ഒരു സ്ത്രീയെ നിങ്ങൾക്ക് റേപ്പ് ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന ഒരു ദൈവവും ദൈവത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രവാചകനും. മനസ്സിലായില്ലേ? ആ വൃത്തികേടുകൾ എടുത്തുകൊണ്ട് വന്നിട്ടാണ് യുക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ധാർമ്മികത വിശദീകരിക്കേണ്ടത്. ആധുനിക മൂല്യങ്ങൾ അങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ തെറ്റ് പറ്റിയാൽ അത് തിരുത്തേണ്ടതുണ്ട്. അല്ലാതെ അതിൽ അള്ളിപ്പിടിച്ചിട്ടിരുന്നിട്ട് നമ്മളെ കിതാബിൽ എഴുതി വെച്ചതാണെന്നും പറഞ്ഞിട്ട് അതിൽ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കണ ആ പരിപാടി ഞമ്മക്കില്ല കോയ യൂസുഫ്. ആ സാധനം എടുത്തോണ്ട് വരും നിങ്ങൾ. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫത്വൽ മൊയ്ൻ എടുക്കേണ്ടി വരും. ഫത്വൽ മൊയ്ൻ മനുഷ്യപ്പട്ടി വന്നത് സൈനുദ്ദീൻ മക്തൂമിന്റെ കുടുംബക്കാര് അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാര് ഈ പറഞ്ഞ മൃഗങ്ങളെ ഭോഗിച്ച് പട്ടിയെ ഭോഗിച്ചിട്ടുണ്ടായതാണോ? പണ്ടൊരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോത്തിന് ഇതേപോലെ പോത്തിന്റെ കുട്ടി ഉണ്ടായിട്ട് പോത്തിന് നമുക്ക് ബലിരുന്നാക്ക് ഇമാമ് നിർത്തിയിട്ട് ആ ബലിരുന്നാക്ക് നമുക്ക് അറക്കാന്നും പറഞ്ഞിട്ട് ഇജാതി ബിയേഡ് സാധനം എടുത്തുകൊണ്ട് വരുന്നത് നിങ്ങളെ പണ്ഡിതന്മാരാ. മനസ്സിലായില്ലേ? ഒരു സാധനം ധാർമ്മികമായിട്ട് ഒരു സൊസൈറ്റിക്ക് ഗുണകരമല്ല എന്ന് പറയുന്ന സാധനം അവിടെ പറഞ്ഞു കഴിഞ്ഞു യുക്തിപരമായിട്ട്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കണം, യൂസുഫ് ഭായി ഒരു പട്ടിയെ ഭോഗിക്കാത്തത് മുസാഫ് അല്ല ഈ പറഞ്ഞ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണോ? ഇറങ്ങിയില്ലെങ്കിൽ യൂസുഫ് ഭായി പട്ടിയെ ഭോഗിക്കുമോ? ഇത് ചോദിക്കേണ്ടി വരും അല്ലേ? ചോദിക്കണ്ടേ? അതെ. യൂസുഫ് ഭായി പട്ടിയെ ഭോഗിക്കാത്തത് ഖുർആൻ ഉണ്ടത് കൊണ്ടാണോ? ഖുർആൻ ഇല്ലെങ്കിൽ യൂസുഫ് ഭായി പട്ടിയെ ഭോഗിക്കുമോ? അല്ല, എനിക്ക് അങ്ങനെ അവസരം കിട്ടിയില്ലല്ലോ. അങ്ങനെ അവസരം കിട്ടിയാൽ ഭോഗിക്കുമോ? അത് മനുഷ്യനല്ലേ, ചിലപ്പോ തെറ്റ് പറ്റും. ഞാൻ ചോദിക്കണേ, ഖുർആൻ ഉണ്ടായത് കൊണ്ടാണോ പട്ടിയെ ഭോഗിക്കാത്തത്, അല്ലെങ്കിൽ ഖുർആൻ ഇല്ലെങ്കിൽ നിങ്ങളെ ഭോഗിക്കുമായിരുന്നോ? ഇതാ ചോദ്യം. ഡിപ്പെൻഡ് അപ്പോൺ ദി സിറ്റുവേഷൻ. ഞാൻ യൂസുഫ് ഭായി ഡിപ്പെൻഡ് അപ്പോൺ യൂസുഫ് ഭായ്. ഓക്കേ. ഖുർആൻ ഇല്ലെങ്കിൽ യൂസുഫ് ഭായി പട്ടിയെ ഭോഗിക്കുമോ ഇല്ലയോ? ഇല്ല, ചെയ്യില്ല. ഖുർആൻ ഇല്ലെങ്കിൽ ചെയ്യില്ല. എന്തുകൊണ്ടാ? അത് നമുക്ക് ദൈവം യുക്തിബോധം തന്നിട്ട് നല്ലതിനെ ചീത്ത ദൈവം ധാർമ്മികത. അപ്പൊ ഖുർആൻ എന്തിനിറങ്ങിയതാ? ഖുർആന്റെ മുമ്പും മനുഷ്യന് നല്ല ധാർമ്മിക ബോധങ്ങളും നന്മകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കണത് ഖുർആൻ എന്തിനിറങ്ങിയതാണ്? പോളിഷ് ചെയ്യാൻ, ഒന്നും കൂടെ പോളിഷ് ചെയ്തെടുക്കാൻ മനുഷ്യന്റെ നന്മ. എന്താണ് ധാർമ്മികതയുടെ അടിസ്ഥാനം യൂസുഫായിട്ട്? അള്ളാഹു തന്ന യുക്തി. അള്ളാഹു തന്ന യുക്തിയാണോ ധാർമ്മികതയുടെ അടിസ്ഥാനം? ആ യുക്തി നമുക്കും ഇല്ലേ? നമുക്ക് അള്ളാഹ് തന്നിട്ടില്ലേ നിങ്ങളോ അഭിപ്രായത്തില്? അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് മാത്രമേ ഉള്ളോ യുക്തി? നിങ്ങളെ പ്രമാണം യൂസുഫ് ഭായിയുടെ ധാർമ്മികതയുടെ പ്രമാണം യുക്തിയാണെന്നാണ് യൂസുഫ് ഭായി പറഞ്ഞത്. അല്ലാണ്ട് ഖുർആനോ ഹദീസോ ഇജ്മാവോ ഖിയാസോ അല്ല. ഉറപ്പിക്കാവോ? ഉറപ്പിക്കാവോ യൂസുഫ് ഭായി? യുക്തിയാണ്. അതായത് താങ്കളുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം യുക്തിയാണ്, അല്ലാണ്ട് നിങ്ങൾ എന്തല്ല ഖുർആനോ ഹദീസോ ഇജ്മാവോ ഖിയാസോ അല്ല അല്ലേ? അല്ല, അതൊക്കെ യുക്തി തന്നത് അള്ളാഹു. എന്റെ ചോദ്യം, താങ്കളുടെ ധാർമ്മികതയുടെ അടിസ്ഥാന പ്രമാണം എന്താണ്? ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഇതേതാണ്? ഈ ബുദ്ധി വെച്ചുണ്ടാക്കിയ ദൈവം തന്ന ഖുർആനും ഇജ്മാവും ഖിയാസും അല്ല. ഖുർആനൊന്നുമല്ല. ഖുർആനൊക്കെ അപ്പൊ നിങ്ങൾ എന്ത് വില കൊടുക്കണത്? ഇജ്മാവും ഖിയാസും യുക്തി ഇല്ലാണ്ട് പറ്റുമോ? അല്ല, ഖുർആനും സുന്നത്തും യുക്തി ഇല്ലാണ്ട് പറ്റുമല്ലോ. അല്ല, ഇജ്മാവും ഖിയാസും യുക്തി ഇല്ലാണ്ട്. ഖുർആനും സുന്നത്തും യുക്തി ഇല്ലാണ്ട് പറ്റുമോ? അത് യുക്തിയാണല്ലോ അതിൽ മുഴുവൻ കിടക്കുന്നത്. ആ യുക്തിയാണോ? ആണല്ലോ. ഉറപ്പിക്കാവോ? എന്താ സംശയം? ഉറപ്പിക്കാവോ? ഓക്കെ. സൂറത്തുൽ ഫുസ്സിലത്തിലെ 41-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ വചനം എടുക്കുക. ഏത് കോസ്മോളജി പ്രകാരമാണ് ഈ പറഞ്ഞ 11-ാമത്തെ വചനത്തിൽ ഈ പറഞ്ഞ ഭൂമിയും ഈ ആകാശം മൊത്തം പ്രപഞ്ചം പുകയായിരിക്കുമ്പോൾ അവിടെ വന്നത്? ഏത് കോസ്മോളജിയാണ് ഭൂമി അവിടെ വന്നത് ആദ്യം? ഇതേ യുക്തി സിംഗുലാരിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശാസ്ത്രമാണ്, സയൻസ് ആണ്, ശാസ്ത്രമാണ് പറയുന്നത്. ഏത് കോസ്മോളജി പ്രകാരമാണ് ഈ മണ്ടത്തരം അംഗീകരിക്കാൻ പറ്റുക? 44 സൂറത്തുൽ ഫുസ്സിലത്തിൽ 41-ാമത്തെ അധ്യായത്തില് യുക്തിയില്ലാതെ ശാസ്ത്രം സജതാന്നും കൂടെ അർത്ഥമുണ്ട്. ഞാൻ എടുക്കാം, ആയത്തെടുക്കാം.
ഇവിടെ ഞാൻ പറഞ്ഞത് യുക്തി 11 ഓക്കെ 11-ാമത്തെ വചനം 41:11 സുമ്മസ്തവ യുക്തിയും ബുദ്ധിയില്ലാതെ ഇലസമായി ശാസ്ത്രം വഹിയ നിലനിൽക്കുന്നു. വഹിയ ദുഹാൻ. ഇത് കേക്കൂ യൂസുഫായി സുമ്മസ്തവ. അങ്ങനെ എന്ത് മൂപ്പര് ഈ ആ ഭൂമിനൊക്കെ ഉരുട്ടി സെറ്റാക്കിയിട്ട് മൂപ്പര് എന്ത് ചെയ്യുന്നത് അങ്ങോട്ട് തിരിഞ്ഞു, ആകാശത്തിന് നേരിക്കും. എന്നിട്ട് എന്താണ് സുമ്മസ്തവ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. സമായിലേക്ക് വഹിയ അതെന്തായിരുന്നു? ദുഹാൻ, അതൊരു പുകയായിരുന്നു, മൊത്തത്തിലൊരു പുകയാണ്. എന്നിട്ട് എന്താണ് ഫക്കാല, എന്നിട്ട് അവൻ പറഞ്ഞു എന്ത്? പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പാണ് പറയുന്നത് കേട്ടോ. നിങ്ങള് ഖുർആനിലെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് ലഹ അതിനോട് പറഞ്ഞു. ഏതിനോടൊക്കെ? വലില്ല അർലി ഭൂമിയോടും, അതിനോടും, അതായത് ആ പുകയോടും ഭൂമിയോടും പറഞ്ഞു. പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമി എങ്ങനെ വന്നു? ഇത് നിങ്ങളൊന്ന് പറഞ്ഞ ഏത് ശാസ്ത്രമാണ്, ഏത് കോസ്മോളജിയാണെന്ന്? ഓക്കെ, പറഞ്ഞു കഴിഞ്ഞോ? പറയൂ. ഈ ഇടയ്ക്ക് വെച്ചിട്ട് ടപ്പ് ടപ്പ് എന്ന് കയറുമോ തോക്കൊന്ന് പേടിയിട്ട് പടപടേന്ന്? ആരാ നിങ്ങൾ പറഞ്ഞ യൂസുഫക്ക? നിങ്ങൾ ബേജാറായിട്ട് കയറും ഇടയ്ക്ക് പടപടപടപടേന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളം കുടിച്ചാളെ. കുറെ കാലമായി അല്ല യൂബി, എന്താണ് ചർച്ച? ഞാന് സുമ്മസ്തവ ഇലസമായി കേട്ട് വന്നാണ്. മൂപ്പര് ഖുർആൻ യുക്തിയാണ് മൂപ്പരുടെ ബേസ്. അപ്പൊ മൂപ്പര് ഇതിൽ യുക്തി ഇല്ലാത്തതൊന്നും ഇല്ല എന്നാണ്. അപ്പൊ ഞാനൊരു സുമ്മസ്തവ ഇട്ട് നോക്കിയതാ. ആരാണിത് പുതിയ ഒരാള്? ഈ അത് നിങ്ങൾ അത് നോക്കണ്ട, അത് ഇവിടെ ഉള്ള ആളാണ്. നിങ്ങൾ കാര്യം പറ. ആ അപ്പോ ഈ പറഞ്ഞ യുക്തി നിങ്ങളുടെ ഈ ശാസ്ത്രത്തിലും നഷ്ടപ്പെടുന്ന ഒരു ഏരിയ ഇല്ലേ എന്നാണ് ചോദ്യം. ആണോ ഇത് ഈ പറഞ്ഞ സാധനം? ഏത് കോസ്മോളജി പ്രകാരം എന്താണ് ഇതിന്റെ അഭിപ്രായം? ഇതും കൂടെ ഒന്ന് പറഞ്ഞേര്. ഏത് കോസ്മോളജി? നിങ്ങളുടെ അഭിപ്രായത്തിൽ ശാസ്ത്രത്തിന്റെ യുക്തി എവിടെയെങ്കിലും ഏത് വെച്ച് നഷ്ടപ്പെടും? കോസ്മോളജിയിലാ ഞാൻ ചോദിക്കണത് യൂസുഫായി, സിമ്പിൾ ആയിട്ട് ചോദിക്കാം. സൂര്യനാണോ ഭൂമിയാണോ ആദ്യം ഉണ്ടായത്? ശാസ്ത്രീയമായിട്ട് സൂര്യനാണ്. ഇവിടെ ഈ പറഞ്ഞ സൂറത്ത് ഫുസ്സിലത്തിൽ 9 മുതൽ ഏതാണ് ആദ്യം ഉണ്ടായത്? ഞാൻ പറഞ്ഞ അവിടെ യുക്തി പോവും എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഇതേപോലെ നിങ്ങൾക്കും യുക്തി പോവില്ലേ ഈ സിംഗുലാരിറ്റിയുടെ അവിടെ എത്തിക്കഴിഞ്ഞാല്? സിംഗുലാരിറ്റിന്റെ അവിടെ എത്തിയല്ല, അതുവരെ കിട്ടുമല്ലോ അല്ലേ? കിട്ടുമല്ലോ. അല്ല, ഞാനും ചോദിക്കട്ടെ. കിട്ടുമായിരിക്കും അല്ല? നിങ്ങൾക്ക് ഒറ്റ മിനിറ്റ് റഷാനെ, അതുവരെ കിട്ടില്ല. അതിന്റെ അപ്പുറത്തേക്ക് എന്താന്ന് അറിയില്ല എന്നല്ലേ നമ്മൾ പറയണുള്ളൂ. നിങ്ങൾ ഇതൊക്കെ അറിയുമെന്ന് പറഞ്ഞ പടച്ചോൻ എഴുതി മണ്ടത്തരം നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നമ്മളത് മണ്ടത്തരം വിശ്വസിക്കുന്നില്ല. നാളെ സിംഗുലാരിറ്റിന്റെ അപ്പുറം എന്താണെന്ന് അറിയില്ലെങ്കിൽ അറിയില്ല എന്നാ പറയണത്. ഇതുപോലെ മണ്ടത്തരം എഴുതി വെച്ചിട്ട് ഫൂളാവേണ്ട ആവശ്യമൊന്നുണ്ടോ? ആവശ്യമുണ്ടോ? ഇത് മണ്ടത്തരാണെന്ന് പറഞ്ഞ കുറച്ച് കഴിഞ്ഞ് 10 വർഷം മണ്ടത്തരായിട്ട് ഇപ്പൊ ഞാൻ യൂസുഫായോട് ചോദിച്ചു ആദ്യം എന്താ ഉണ്ടായത്, ഭൂമിയാണോ സൂര്യനാണോ? യൂസുഫായി എന്താ പറഞ്ഞത്? സൂര്യനുണ്ടായത്. എന്താ പറഞ്ഞത്? സൂര്യനാണോ? സൂര്യൻ, അതെ സൂര്യനാണ്. ഈ ഖുർആനിലെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് എന്താ ആദ്യം? അതിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് അറിയില്ലല്ലോ. ഇത് മണ്ടന്മാരായിട്ട് അല്ല, യഥാർത്ഥ അർത്ഥം എവിടെ കിട്ടുക യൂസുഫ് ഭായ്? യഥാർത്ഥ അർത്ഥം എവിടെയാണ് യൂസുഫ് ഭായ് കിട്ടുക? യഥാർത്ഥ അർത്ഥം ഓരോ മോമിനിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കാണ് മാറ്റപ്പെടുക. അത് ഖുർആനിന് അങ്ങനെ ഒരു എഴുതപ്പെട്ട രൂപം ഇല്ലായിരുന്നു. അത് അവരവരുടെ മനസ്സിൽ ഈ തൊബിരി മുസ്ലിം അല്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? തൊബിരി മുസ്ലിം അല്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇമാം തൊബിരി ആദ്യത്തെ മുഫസ്സിരീങ്ങളിൽ ഏറ്റവും പ്രാമാണികനും പ്രഗത്ഭനുമായിട്ടുള്ള മുഫസ്സിരീങ്ങളിൽപ്പെട്ട ഇമാം തൊബിരി മുസ്ലിം അല്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ വ്യാഖ്യാനിച്ച് ഈ പ്രിന്റ് രൂപത്തിൽ വളരെ തെറ്റായി എഴുതിപ്പെട്ടു. നിങ്ങൾ പറയും ഖുർത്തുബി, അതുപോലെ തൊബിരി, ബൈലാവി ഇതൊക്കെ മുസ്ലിങ്ങളല്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ബൈലാവി, ഖുർത്തുബി, തബരി ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ തെറ്റായി എഴുതി വെച്ചു എന്നാ പറഞ്ഞത് ആൾക്കാര്. അല്ല, അപ്പൊ ഇവര് ഈ ഗ്രന്ഥരചന നടത്തിയിട്ടില്ല? ഈ തഫ്സീർ എന്നുള്ളത് ഇവര് എഴുതിയിട്ടില്ല? ഇത് ചുമ്മാ എഴുതി വെച്ച്. ഇത് എഴുതി വെച്ചത് കണ്ടിട്ട് ഈ പറഞ്ഞ ഒരു UV എന്ന് പറഞ്ഞ പയ്യൻ കർണാടകത്തിൽ ഇപ്പുറത്തൊരു എന്താണ് നിഷാം എന്താണ് റഷ എന്ന് പറഞ്ഞ പയ്യൻ ഒന്ന് ഓടി വന്ന് കഥച്ചിട്ട് ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെ മാറ്റിക്കളയാമെന്നൊരു തെറ്റിദ്ധാരണയിൽ വന്നിട്ട് ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ട് ഇതൊക്കെ യൂസുഫ് ഭായ്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും യൂസുഫ് ഭായ്. അതായത് ഇമാം തൊബിരി, ഇമാം ബൈലാവി, ഇമാം ഖുർത്തുബി എന്നൊക്കെ പേരിലുള്ള പ്രഗത്ഭരായ പ്രഗത്ഭരായ മുഫസ്സിരീങ്ങളായി ഇവിടെയുള്ള മുസ്ലിം ലോകത്ത് ഭൂരിപക്ഷം മുസ്ലിങ്ങളും മനസ്സിലാക്കിയ ഇമാമിയങ്ങൾ, അവർ എഴുതിയതെന്ന് അവർ വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങൾ,
അതൊക്കെ ഈ മുസ്ലിങ്ങൾ പറ്റിക്കപ്പെട്ടതാണെന്ന് ഞങ്ങൾ പറയണത്. അതായത് ഇമാ തൊബിരിയോ ബൈലാവിയോ കുർത്തുബിയോ ഒന്നും തഫ്സീർ എഴുതിയിട്ടില്ല എന്നും ഓരോ പേരിൽ കെട്ടിച്ചമച്ച തഫ്സീർ ആണതെന്നാണ് ഞങ്ങൾ പറയണത്. പ്ലീസ് മനസ്സിലാക്കൂ. ഇപ്പൊ എല്ലാവരും സയന്റിസ്റ്റ് അല്ലല്ലോ. ഇപ്പൊ മനുഷ്യന്മാരിൽ 10-15 ഓക്കെ. പേരായിട്ട് അതായത് ഇങ്ങളെന്നെ ഇപ്പൊ പറഞ്ഞത് എവിടുന്നാണ് ഖുർആന്റെ അർത്ഥം എന്നുള്ളത് മുഅ്മിനിന്റെ ഹൃദയത്തിലേക്ക് ആണ് യഥാർത്ഥ അർത്ഥം സഞ്ചരിക്കുന്നത് എന്നിപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ? നബിയുടെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. എഴുതി വെക്കേണ്ട കാര്യമല്ല. അത് പ്രിന്റഡ് മീഡിയ എന്ന് പറയുന്നത് പ്രിന്റ് ആയിട്ടുള്ള അപ്പൊ എഴുതി വെച്ചതാ കുറ്റം. എഴുതി വെച്ചതുകളെല്ലാം തെറ്റാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പ്യുവർ ആയിട്ടുള്ള ഐറ്റങ്ങൾ അധികം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ 10 കോടി 100 അല്ല, കോടി അപ്പൊ 1000 കോടി എഴുതി വെച്ചതൊക്കെ തെറ്റാണ്. എഴുതി വെച്ചതൊക്കെ തെറ്റാണ്. ഞാൻ പറഞ്ഞ റേഷാനെ ഞാൻ ചോദിക്കട്ടെ യൂസുഫായി ആയിക്കോട്ടെ, ശരി ഞങ്ങൾക്ക് തഫ്സീർ ഒന്നും എടുക്കില്ല. ഓക്കെ, ശരി. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഏതാണ് ദാലിക്കൽ കിതാബ്? അവിടെ അങ്ങനെ ഒരു കിതാബ് ഉണ്ടായിരുന്നു. അതന്നെ, അത് മൈൻഡിലാണ്. ഏത് കിതാബ്? ദാലിക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മനസ്സിലുള്ള പുസ്തകം വായിക്കുക. ആ പുസ്തകത്തിൽ എഴുതിയാണ് ദാലിക്കൽ കിതാബ്. അതേതാ പുസ്തകം? അങ്ങനെയാണ്. അതുപോലെ ഏതാ ഗ്രന്ഥം? അതേലെ ഇതേപോലെ തോന്നിയ എഴുതിച്ച സാധനം യുക്തി ഭയങ്കര പുസ്തകം എന്ന് പറഞ്ഞിട്ട് തള്ളി മറിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. വ്യാപകമായിട്ട് ലോകത്ത് ബൈഹാട്ടാക്കാന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ ബൈഹാട്ടാക്കാൻ പറ്റുക? ബൈ ബ്രെയിൻ അല്ലേ വരിക? മനസ്സിലായില്ല. ഞാൻ ചോദിക്കുന്നത് ദാലിക്കൽ കിതാബ്. നിങ്ങളൊരു പുസ്തകം വായിക്കുകയാണ്, എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടേണ്ടതാണല്ലോ അല്ലേ? മെറ്റഫറാണ്. എന്ത് മെറ്റഫറാണ്? ദാലിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് മെറ്റഫർ? അതിന് എന്താണ് ഉദ്ദേശിച്ചത്? അത് തന്നെ, അത് അള്ളാഹുവിന്റെ മനസ്സിലുള്ള കേസാണ്. അതിനാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അതിന് ആലങ്കാരിക പ്രയോഗം എന്ന് പറയുന്നത്. അത് ഇങ്ങക്ക് എവിടെ നിന്ന് കിട്ടി? അത് തന്നെ, അതാണ് ഹൃദയത്തിൽ നിന്ന് അറിവുകൾ ഹൃദയത്തിലേക്ക് പകർന്നു പോകും. അള്ളാഹ് പറഞ്ഞു തന്നാണോ? അല്ല, എന്റെ ഗുരുവിൽ നിന്ന് കിട്ടിയ. പോകാൻ പറ്റില്ല. വെള്ളം കുടിക്കുക. അവിടെ ഇരുന്നിട്ട് വെള്ളം കുടിക്കും. പോകാൻ പറ്റില്ല. അല്ല, എന്നാ യൂസുഫ് ഭായി, ഞാൻ പറയുന്ന ചോദ്യത്തിന് അഡ്രസ് ചെയ്യണോ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അഡ്രസ് ചെയ്യണം. ഞാൻ ഇവിടെ ഇരുത്തിയ സ്ഥിതിക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് അഡ്രസ് ചെയ്യണം. ഇവിടെ അവിടെ നിൽക്ക് എവിടുക്കല്ല പോണേ. തുമ്മസ്തവായി വഹിയ ദുഹാൻ എന്ന് പറയുന്ന ആയത്തിനൊന്ന് അർത്ഥം വെച്ചാണ്. മുഅ്മിനീന്റെ ഹൃദയത്തിൽ നിന്ന് മുഅ്മിനീന്റെ ഹൃദയത്തിലേക്കാണല്ലോ സഞ്ചരിക്കുന്നത്. ഒന്ന് അർത്ഥം വെക്കി. എനിക്ക് അർത്ഥം വെക്കാൻ. അത് ശരി. 2ാം ക്ലാസ് വരെ പഠിച്ച നിങ്ങള് ബാക്കിയുള്ളവരെ ഖുർആൻ പഠിപ്പിച്ചാൻ ഇറങ്ങിയേക്കാണ് അല്ലേ? 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നിട്ട് ആ അറിവും വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെ ഖുർആൻ പഠിപ്പിച്ചാൻ ഇറങ്ങിയേക്കണത് അല്ലേ? മൂപ്പര് ക്ലബ് ഹൗസിൽ പണ്ട് ഇതേപോലെ വന്നിട്ട് ഇതേപോലെ വാദം വെക്കും. എനിക്ക് ആളെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ മൂപ്പര് ഇവിടെ പിടിച്ചു വെക്കാണ്. യൂസുഫേ, അറബി പഠിച്ചിട്ട് പോവാ. ഒരു ദിവസം മുഴുവനാണെങ്കിൽ ഇറക്കിയ ചർച്ചയ്ക്ക് സമയം തരാം. ഇതേ വെറുതെ വർത്താനം പറയല്ലേ. ഇത് അറബി പഠിച്ചിട്ട് വന്ന് വർത്താനം പറയും കേട്ടോ. ഇഷാമ, ഒരു മിനിറ്റ്. ഞാൻ യു വി ഇവിടെ ചിരിച്ചിട്ടുണ്ട്. മൂപ്പര ചെറുതായിട്ടൊരു ചമ്മല് കയറിയുണ്ട്. ഒരു വെയിറ്റ് ചെയ്യട്ടാ മോനെ. യു വി, കാശ് ചോദിക്കട്ടെ, എവിടെയാണ് എന്നെ ക്ലബ് ഹൗസിൽ കണ്ടുള്ളത്? പറ. ഈ സൗണ്ട് എന്ന് പറയാം. ഈ സൗണ്ട് എപ്പോ എന്തൊക്കെ അവിടെ നിൽക്കട്ടെ. എവിടെ കേട്ടുള്ള എന്റെ ഈ സൗണ്ട്? പറ. നിങ്ങളെ ഒന്നാമത്തത് ഞാൻ ചോദിക്കണം, നിങ്ങളെ പ്രമാണം എന്താ വെച്ചാൽ നമ്മൾ യുക്തി എന്ന് പറഞ്ഞപ്പോ തന്നെ ഇസ്ലാം പോയി അവിടെ. പിന്നെ നിങ്ങൾ കാര്യമില്ല. പിന്നെ നമ്മളെന്താ വ്യത്യാസം? 2ാം ക്ലാസ് വരെ പഠിച്ച ഈ ചെങ്ങായിനോട് ഇസ്ലാം ചോദിച്ചുള്ള യുവി നിങ്ങളടുത്തല്ലേ പൊട്ടത്തരം. ഈ ചെങ്ങായി 2ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച മൂപ്പർക്ക് എങ്ങനെയാണ് ഇസ്ലാം അറിയണത്? ഖുർആനിൽ മര്യാദക്ക് ഒരു ആയത്ത് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം സുമ്മന്റെ അർത്ഥം അറിയാത്തൊരു മനുഷ്യനോട് അങ്ങനെ ചോദിക്കുന്നത് ആ പറഞ്ഞ തെറ്റല്ലേ ചോദിച്ചപ്പോ മൂപ്പര് പറയാണ് അങ്ങനെയല്ല, മുഅ്മിന്റെ ഹൃദയത്തിൽ നിന്ന് മുഅ്മിന്റെ ഹൃദയത്തിലേക്ക് സഞ്ചരിച്ച. എന്നിട്ട് ഈ മുഅ്മിനാണെങ്കിലോ ഒരു തേങ്ങ ഈ ഖുർആനെ പറ്റി അറിയില്ല. ഈ ചെങ്ങായിനോട് പിന്നെ ചോദിച്ചിട്ടത്തെ കാര്യം? ഒരു തൊബിരിന് അറിയില്ല, ബൈലാവിന് അറിയില്ല, കുർത്തുബിന് അറിയില്ല, ഓലൊരു മൂല്യം അറിയില്ല. എന്നിട്ട് ഓൻ പറയാണെന്ത് ഓലൊക്കെ പറഞ്ഞ തെറ്റാണ്, ഓല പേരിൽ ഇവിടെ പ്രചരിച്ച തെറ്റാണ്. യൂസുഫായി, ഞാൻ പറയണത് എന്താ വെച്ചാല്, ധാർമ്മികതയുടെ അടിസ്ഥാനം യൂസുഫായി, ഇത് നമ്മള് ഒന്നാമത്തത് 12 മണിയായി. നിങ്ങളെന്താ നമുക്കൊക്കെ വീട്ടിൽ പോണ്ടേ? അല്ല, നിങ്ങൾ യൂട്യൂബ് ഇത് ലൈവ് ഇട്ടിട്ട് ഞാൻ ഇനിയും വരും ഇതേപോലെ പിടിക്കാൻ വേണ്ടി. എല്ലാ വെള്ളിയാഴ്ച 8 മണിക്കുണ്ട്. എല്ലാ വെള്ളിയാഴ്ച 8 മണിക്കുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ പ്രമാണം
അഹ്ലുസുന്നത്ത് വൽ നല്ലോണം കഷ്ടപ്പെടും. ജമാഅത്തിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞാല് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ആണ്. അല്ലാന്ന് നിങ്ങളെ ഞാൻ യുക്തി കൊണ്ടൊന്നും പറയുന്നില്ലല്ലോ. അങ്ങോട്ട് ചിലരുത്. ആ അതെ, യുക്തി അതിലൊക്കെ ഉണ്ട്. ഞാൻ ഈ പറയുന്ന ആ ഖുറാനിലെ ആ യുക്തി സാധനം ഇത് അവിടെ മനസ്സിലായി. അവിടെ ഉം. പ്രമാണമായിട്ട് ഞാൻ ഇനി പറയണ്ട, ഞാൻ അഹ്ലുസുന്നത്ത് വേറെ സാധനം പറയാം. പ്രമാണമായിട്ട് ഒരു സാധനം സ്ഥിരപ്പെട്ടാൽ, അതായത് ഇപ്പോൾ ഒരു ഹദീസ് ഉണ്ട്, ആ ഹദീസ് പ്രമാണമായിട്ട് അതിന് പ്രവാചകനിലേക്ക് എത്തുന്ന തെളിവുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കരിഞ്ജീരകം മരണമില്ലാത്ത എല്ലാ രോഗത്തിനും ശാന്തിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് സഹീഹ് ഇതൊക്കെ ബുഖാരിയിലെ കയ്യിലിരിക്കും. ഹദീസാണ്. ഇതിപ്പോ ഞാനൊരു നിക്കെന്ന് മറുപടി പറഞ്ഞു പറഞ്ഞു. മുഴുവനാക്കട്ടെ കോയ, ഇത് കേക്ക്, ഇത് കേക്ക്, ഇത് അല്ല കേക്ക്, ഇത് കേക്ക്. അപ്പൊ ഇത് കേക്ക്, ഇത് കേക്ക്. പോയാലും അത് വിറ്റാലും കരിഞ്ജീരക ഞാനൊന്നും ഇവിടെ അല്ല യൂസുഫ് പരാജയപ്പെടല്ലേ നമ്മള് ലോകത്തെ നമ്മള് കോഴിക്കോട്ടെ അങ്ങോട്ട് കൊണ്ട് വിളിക്കില്ല അങ്ങനെ കോയാന്ന്, അതല്ല ഞാൻ പറയണത്. അപ്പൊ കരിഞ്ജീരകം മരണമല്ലാത്ത എല്ലാ രോഗത്തിനും ഷിഫയാണ് എന്ന് പറഞ്ഞു വെച്ച ഹദീസ് ഉണ്ട്. ഇത് പ്രവാചകനിലേക്ക് എത്തുന്ന സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനം തെളിവാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇടപെടുന്നത് എനിക്കറിയില്ല, നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെ ഇതൊക്കെ ഇത് കേക്കൂ, ചെറിയ ചെറിയ ഇത് കേക്കൂ, ഇത് കേക്കൂ, ഇത് കേക്കൂ, ഇത് കേക്കൂ, ടെൻഷൻ ആവില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഹദീസ് പ്രവാചകനിലേക്ക് എത്തുന്ന കണ്ട പിന്നെ അതിന്റെ യുക്തി നോക്കാൻ പാടില്ല യൂസുഫുക്ക. ഇസ്ലാം അറിയില്ലെങ്കിൽ അത് പറഞ്ഞുതരാ. പിന്നെ അതിന്റെ യുക്തി നോക്കാൻ പാടില്ല. അള്ളാഹ് കൈയുണ്ട്, അള്ളാഹിന്റെ കൈ രണ്ടും വലതു ഭാഗത്താണ് എന്ന് പറഞ്ഞാൽ യുക്തി ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഇജാതി സാധനം ഇങ്ങോട്ട് വരല് കോയാ, ഞാൻ പോവാ. കഴിഞ്ഞോ? ഞാനത് ക്ലോസ് ചെയ്യാൻ നിൽക്കുകയാണ്. നമ്മൾ ക്ലോസ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ വന്നത്. നിങ്ങൾ പിന്നെ അല്ല, അടുത്ത വെള്ളിയാഴ്ച വരുത്തി. അല്ല യൂസുഫാക്ക, അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾക്ക് സമയം സെപ്പറേറ്റ് എടുത്ത് തരാം കേട്ടോ. അടുത്ത വെള്ളിയാഴ്ച വരും. ഇതിപ്പോ 12 മണി കഴിഞ്ഞില്ലേ? നല്ലോണം ബുദ്ധിമുട്ട് പോവല്ലേ? ഒരു ബുദ്ധിമുട്ടില്ല യൂസുഫ. നിങ്ങള് ഫാത്തിഹ മാത്രം അർത്ഥം വെക്കും. എന്നിട്ട് നമുക്കൊരു കണ്ടിട്ട് സമ്മതിക്കണം പറഞ്ഞില്ലേ? പറയട്ടെ. ഈ യുവിയുടെ ഇടപാടെന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴേക്ക് ഈ യു വി എന്ന് പറഞ്ഞ മാന്യദേഹം ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണ്. നമ്മൾ കുറെ കണ്ടേക്കണത് ഈ യു വി ചെയ്യുന്ന പരിപാടി. ഇത് യു വി മാത്രല്ല, ഞാൻ യൂട്യൂബ് കാണുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യണ എവിടുന്ന കണ്ട നിങ്ങള്? ഇഷ്ടക്കണക്കിന് തെളിവ് വേണം. എവിടുന്നോ? യൂട്യൂബില് ഞാൻ അതിന് മുറിച്ചിട്ടായിരുന്നു ഓരോന്ന്. ഇതല്ലേ സാധനം? അല്ല, അതിന് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഇത് വെച്ചിട്ടല്ലേ ഈ കളിക്കണത്. ഇനി ഞാൻ പോയിന്റ് പറഞ്ഞുതരാം. ഈ ആൾ ഈ ടീഷർട്ട് ഇട്ടിരിക്കുന്ന ആള് പറഞ്ഞെന്താ അറിയോ? 2ാം ക്ലാസ് പഠിച്ച ആള് ഈ മുഹമ്മദ് നബി എത്ര വരെ പഠിച്ചിട്ട് ഇപ്പൊ ഇതൊക്കെ ഇസ്ലാമ പകർത്തിയത്? മൂപ്പരാള് 1ാം ക്ലാസ്സിൽ പോയി. അത് നല്ല പോയിന്റ് കേട്ടോ, പോയിന്റാണ്. വിദ്യാഭ്യാസം ഇല്ലായ്മയാണ് ഇസ്ലാമിന്റെ പ്രമാണം. ബാക്കി വിദ്യാഭ്യാസം ഇല്ലായ്മയാണ് നമ്മളെ ഏറ്റവും വലിയ പ്രമാണം. നമ്മൾ പ്രവാചകനെ ആവണമെങ്കിൽ മിനിമം സ്കൂൾ പോകരുത് അല്ലേ യൂസുഫ? കറക്റ്റ് അല്ലേ നിങ്ങൾ പറഞ്ഞു യൂസുഫ? അതന്നെ നിങ്ങൾ സ്കൂള് മദ്രസ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കുക എന്നുള്ള ഒരു വിവരം ഉണ്ടാവരുത്. അതല്ല നിങ്ങൾ പറഞ്ഞത്, എനിക്ക് മനസ്സിലായി. ഒരു ഗുഹയിൽ പോയിരിക്കുക, അപ്പൊ ആരെങ്കിലും ഒക്കെ വന്ന് കഴുത്തിന് പിടിക്കും, അപ്പൊ പ്രവാചകനാവാ. ഇതല്ല നിങ്ങൾ പറഞ്ഞേ? കറക്റ്റ് ആണ്, പറഞ്ഞോളൂ. അല്ല ഞാൻ ഇപ്പൊ യു വി എനിക്ക് കുറെ അറിവുകൾ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു മിനിറ്റ് വെയിറ്റ്. എങ്ങനെയാ പ്രവാചകനാവുക? മുഹമ്മദ് എങ്ങനെയാ പ്രവാചകനായത് എന്ന് പറഞ്ഞേ? ബേജാറാവില്ല യു വി. അതവിടെ നിർത്തി വെച്ചിട്ട് ഞാൻ പറയുന്നത് കേൾക്കും. ഇപ്പൊ യു വി എനിക്കൊരു ഈ ചമ്മിക്കണ യു വി ചമ്മിക്കണ് ഒരു 5 വർഷം യു വി എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. നാണം കെട്ടോ ഞാൻ ബൈറ്റ് അതൊക്കെ ആ ഡയലോഗൊക്കെ അവിടെ വെക്ക്. ഞാൻ പറയണത് 5 വർഷം യു വി എനിക്ക് വിവരങ്ങൾ എടുത്തരും. ഭയങ്കര അറിവ്. ഒരു ക്ലാസ്സിന്റെ സ്റ്റാൻഡേർഡ് 1ാം ക്ലാസ്സും ഇല്ല, 2ാം ക്ലാസ്സും ഇല്ല, 3ാം ക്ലാസ്സും ഇല്ല. എനിക്ക് അറിവ് പഠിക്കാൻ പറ്റില്ല? 5 വർഷം അറിവ് പഠിപ്പിച്ചെന്നാല് പറയും. പഠിച്ചോളിന്ന് നമ്മളെ സബ്ജക്ട് എന്നൊക്കെ പോയാൽ അപ്പൊ ഞാൻ ചോദിക്കണത്, ഈ ക്ലാസ് എപ്പോഴാണ് മാനദണ്ഡാവണത്? 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 5ാം ക്ലാസ്? അല്ല, ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് അറബി ഭാഷയെങ്കിലും അറിയണം മനസ്സിലാ. ഇസ്ലാമിന്റെ അടിസ്ഥാന ഭാഷ അറബിയല്ലേ? അതെങ്കിലും അറിയെങ്കിലല്ലേ നിങ്ങളോട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരു തേങ്ങ അറിയാതെ നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഇസ്ലാം വലിയ മഹത്തരമായ മതമാണ്, അപ്പൊ എന്തുകൊണ്ട് വൈ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഇല്ലല്ലോ. എവിടെ ആൻസർ? യുക്തി ഉണ്ട്. അത് ആൻസർ. യുക്തി ഉണ്ട്. ഇതാണ് ആൻസർ.
അല്ല ഞാൻ ഇവിടെ ഏത് താഴെ ലോകത്താണ് വന്നിരിക്കുന്ന ഈ താഴെ പറയുന്നത്? ഒറ്റ മിനിറ്റ് യൂസുഫ് താഴെ വന്നിരിക്കുന്ന ആളുകൾ ഇപ്പൊ ഇനി എടുക്കുന്നില്ല, എടുത്ത കാരണം ഓൾറെഡി നമ്മൾ യൂസുഫ് ലാസ്റ്റ് ഞാൻ വന്നതുകൊണ്ട് എടുത്തതാണ്. നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോകും, കാരണം നമ്മൾ ഓൾറെഡി ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അല്ല കാരണം 4 മണിക്കൂർ 11 മണി ടൈം. മാക്സിമം 11 മണിക്ക് എന്ത് ചെയ്യേണ്ട റൂമല്ലേ ഇത്? ഒരു 5 മിനിറ്റ് കൂടെ അവസാനിപ്പിക്കാം. യു വി പോവല്ലേ പ്ലീസ്. നിങ്ങൾക്ക് നല്ല ഇഷ്ടം മുത്താണ്, എന്റെ മുത്താണ്. അടുത്ത യൂസുഫാക്ക നിങ്ങൾ പൊന്നാര മുത്തുമണിയാണ്, നല്ല മനുഷ്യനാണ്. അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ വന്ന ഒരു ദിവസം ഡെഡിക്കേറ്റഡ് ടു യൂസുഫ് ക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ചെയ്യാം. നിങ്ങൾ വരി. എന്ത് എപ്പോ 8 മണിക്ക് നമ്മൾ റൂം തുടങ്ങുമ്പോൾ വന്നോളി. നിങ്ങൾ ഇപ്പൊ ഈ നേരത്ത് മൂപ്പര ഉറക്കം കളയാതൊന്നും പോകും. അല്ല യു വി ഇനി മേത്തറിനാണ് എനിക്ക് പിടിക്കാനുള്ളത്. യു വി ഏതായാലും നേരത്തെ വന്നാ മൂപ്പരെ പിടിക്കാം, ഇപ്പം വന്നിട്ട് കാര്യമില്ല. അതെ, മേത്തർ ഉള്ളപ്പോ മേത്തർ പിടിക്കാം നമുക്ക് കേട്ടോ. മേത്തർ ഉള്ളപ്പോ മേത്തർ പിടിക്കാൻ പറ്റും. ശരിയാക്കണം. മേത്തർ ഇല്ലാത്തപ്പോ കുട്ടിയിട്ട് കാര്യമില്ല. മേത്തർ ഉള്ളപ്പോ മേത്തറിനെ പിടിക്കുക, ഓട്ടോ ഉള്ളപ്പോ ഓട്ടോനെ പിടിക്കുക, റേഷ ഉള്ളപ്പോ റേഷാനെ പിടിക്കുക, യു വി ഉള്ളപ്പോ യുവിനെ പിടിക്കുക. യുവിനെ പിടിച്ച് കഴിഞ്ഞല്ലോ, റേഷാനെ ഞാൻ അടുത്ത വെള്ളിയാഴ്ച പിടിച്ച, ഞാൻ ഉണ്ടാവും അടുത്ത വെള്ളിയാഴ്ച. പിന്നെ ഓട്ടോനെ അതേപോലെ മേത്തറിനെ ഒക്കെ പിടിച്ചണം, ഒക്കെ അടുത്ത വെള്ളിയാഴ്ച പിടിച്ചാൽ മതി. പിടിച്ചണം. അപ്പൊ നമുക്ക് നമ്മളെന്താ അറിയാം, നമ്മളിപ്പോ എന്താ വെച്ചാല് നമ്മളിപ്പോ ഒരു പരിപാടിക്ക് നടത്തിയല്ല, എങ്ങനെ നമ്മളിപ്പോ ഇത് 12 മണിക്ക് നിർത്തിക്കൂടത്, നമുക്ക് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് പോയിക്കൂടെ? ആയിക്കോട്ടെ പാപ്പട്ട, അങ്ങനെ ആയിക്കോട്ടെ പാപ്പട്ട. നിങ്ങൾ ചമ്മീറ്റ് കിടക്കും, ഇങ്ങോട്ട് തിരിച്ചിടട്ടാ. എന്താ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കണ്ടോ, ചമ്മണ്ടോന്നൊന്ന് തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുന്നു. അതെ, ഭയങ്കര ദേഷ്യവും ഭയങ്കര ചമ്മലും ഉണ്ട്. നിങ്ങൾ ഏതായാലും അടുത്ത വെള്ളിയാഴ്ച വരും. ചമ്മലും ദേശമൊക്കെ അപ്പോൾ നമുക്ക് റെഡിയാക്കാം. 8 മണിക്ക് വരും കേട്ടോ. അടുത്ത വെള്ളിയാഴ്ച 8 മണിക്ക് വരും. ഞാൻ പറഞ്ഞതേ യൂസുഫ്, നിങ്ങൾ വന്നിട്ട് ഫസ്റ്റ് തന്നെ വൃത്തികേടാ പറഞ്ഞ. നിങ്ങളെ മോള് എന്തോ പിന്നെ എന്താണ് മറ്റേ ഫീലി എന്താണ് മറ്റേ ഭയങ്കര ഈ കാര്യത്തില് യു ബി ഭയങ്കര നിക്ക് ഞാനൊന്ന് പറഞ്ഞ ഒറ്റ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞാണ് നിങ്ങളുടെ റിലേറ്റീവ്സ് മനസ്സിലാക്കാനുള്ള ബോധം വേണ്ട. ഓ എന്റെ പൊന്നോ, ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ബീസ്റ്റിയാലിറ്റി ചെയ്യുന്ന ഒരാളുണ്ട് നിങ്ങളുടെ കുടുംബത്തില് എന്ന് സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഷിയാബ് അപ്പൊ തന്നെ പറഞ്ഞു ബീസ്റ്റിയാലിറ്റി ക്രൈമാണ്, അവിടെ കൺസെന്റ് ഒന്നും വാലിഡ് ആവില്ല. മനുഷ്യനല്ലല്ലോ, മോറൽ ഏജന്റ് അല്ലല്ലോ. മൃഗങ്ങളും അതുപോലെ ബുദ്ധി വികസിക്കാത്ത കുട്ടികളൊന്നും മോറൽ ഏജൻസി അവർക്ക് കൊടുക്കാറില്ല. നമുക്ക് ഇതൊക്കെ ഒരു സാധാരണ നമ്മളെ ധാർമ്മികതയുടെ നമ്മളെ എത്തിക്സിൻ്റെ ഒക്കെ ഒരു സാധനമാണ്, ബേസിക് സാധനമാണ്. ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാണ്ട് പണ്ട് ഈ ഉസ്താദുമാർ വെള്ളിയാഴ്ച ജുമാ ഖുത്ബ പറയണ കേട്ടിട്ട് വന്നുകൊണ്ട് ഇങ്ങനത്തെ വർത്താനൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല ധാർമ്മികത വർക്ക് ചെയ്യണത്, അങ്ങനെയല്ല നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്നത്, ധാർമ്മിക മൂല്യങ്ങൾ അങ്ങനെയല്ല ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തീർത്തിട്ട് നിങ്ങളെ സാധനം കിട്ടിയില്ല. അപ്പോഴാണ് നമ്മൾ 10 മൊയിൽ മനുഷ്യപ്പട്ടിയൊക്കെ എടുക്കേണ്ടി വരുന്നത്. കാരണം മൂപ്പര കുടുംബത്തിൽ ആരെ ചോദിച്ചുകൊണ്ടാണല്ലോ സൈനുദ്ദീൻ മക്തൂം അങ്ങനത്തെ ഒരു സാധനം പറയേണ്ടുന്നത്. ഏതോ ഒരു മനുഷ്യപ്പട്ടി ആരോ പരിപാടി ഇത് എടുത്തിട്ട് ഇനിയിപ്പോൾ ഒരു കുട്ടി ഉണ്ടായാലും ഇപ്പം എന്താ കാട്ടുക എന്നുള്ളൊരു ബേജാറ് മൂപ്പർക്ക് ഉണ്ടാവിനി. അങ്ങനെ മൂപ്പര കുടുംബക്കാരനൊക്കെ ചോദിച്ചതുകൊണ്ടായിരിക്കും സൈനുദ്ദീൻ മക്തൂം ഇങ്ങനെ എഴുതിച്ചിട്ടത്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, മൂപ്പര് മരിച്ചും പോയി 500 കൊല്ലായി. ആ സാധനം നമ്മുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, നമ്മൾ എടുക്കണില്ലേ കോയ, മനസ്സിലായല്ലേ? അപ്പൊ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ പോരി, നേരത്തെ കാലത്തെ പോരി, ചായ കുടിച്ചിട്ട് നമുക്ക് സെറ്റ് 8 മണിക്ക് അടുത്ത വെള്ളിയാഴ്ച 8 മണിക്ക് വരും കേട്ടോ. വൈകുന്നേരം രാവിലെ 8 മണിക്ക് യു വി എന്ന് പറഞ്ഞ ആളെ എവിടെ ഉള്ള ആളാ, വാളായിട്ട് വരുന്നില്ല. റഷാൻ മലപ്പുറം എല്ലാരും. അതെ, അതൊക്കെ വിടാ. അതെ ഞാൻ ചോദിച്ചത് ഏത് ഡിസ്ട്രിക്ട് നിങ്ങള്. പക്ഷെ നേരത്തെ പറഞ്ഞു നമ്മൾ കോഴിക്കോട്ടേര് നിങ്ങൾ നേരത്തെ ഡയലോഗ് ഞാൻ കോഴിക്കോട്ടെ കുഴപ്പമില്ല, നിങ്ങൾ പിടി. കോഴിക്കോട് എന്താ എന്തില്ലേ. ഏതായാലും നമുക്ക് പോകാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പൊ യൂസുഫ് ബക്കറിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ, മൂപ്പര് ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയണെന്താ വെച്ചാല് അടുത്ത വെള്ളിയാഴ്ച നേരത്തെ കാലത്ത് കൊണ്ട് പോരുക, നമുക്ക് അവിടെ സലാമത്താക്കാം. അതെ, അപ്പം എല്ലാവർക്കും ഇതുവരെ ഇനിയിപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കണ്, മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്താളേ. പിന്നെ കമന്റ് എല്ലാവരും കൂടെ ഇട്ടാളേ. എന്നിട്ട് ഇത് മാക്സിമം അങ്ങോട്ട് ഷെയർ ചെയ്യാം. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.